ഒന്നും വാങ്ങാതെ സ്റ്റാർബക്സ് കഫേയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി നടക്കില്ല. വടക്കേ അമേരിക്കയിലാണ് നയം മാറ്റാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നും വാങ്ങിയില്ലെങ്കിലും സ്റ്റാർബക്സ് കഫേയിൽ വെറുതെ വന്നിരിക്കുന്നത് ചിലരുടെ ഒരു പതിവാണ്. ചിലരാകട്ടെ ലാപ്ടോപ്പുമായി വന്ന് ഒരു ടേബിളിൽ ഇരിപ്പുറപ്പിച്ച് ജോലിയും ആരംഭിക്കും. മറ്റു ചിലർ ശുചിമുറി ഉപയോഗിക്കും. ഒന്നും വാങ്ങാതെ ഇപ്രകാരം കഫേയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചിരുന്ന സ്റ്റാർബക്സ് വടക്കേ അമേരിക്കയിൽ തങ്ങളുടെ നയം മാറ്റാനുള്ള തീരുമാനത്തിലാണ്. ജനുവരി 27-ാം തീയതി മുതൽ പുതിയ നയം നിലവിൽ വരും. ഇതുപ്രകാരം ഇനി സ്റ്റാർബക്സിൽ നിന്ന് ഒന്നും ഓർഡർ ചെയ്യാതെ കഫേയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ആർക്കും അനുവാദമുണ്ടായിരിക്കുകയില്ല. സ്റ്റാർബക്സിലേക്ക് ആളുകളെ തിരിച്ചെത്തിക്കുകയെന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം. പുതിയ നയത്തിലൂടെ കമ്പനിയുടെ സെയിൽസ് ഉയർത്താൻ സാധിക്കുമെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. ഒരു കോഫി ഹൗസ് മര്യാദ നടപ്പാക്കാനുള്ള ആലോചനയിലാണ്. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി കഫേയിൽ ഇരുന്ന് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകുന്നതിനുള്ള പ്രായോഗിക ചുവടുവയ്പായാണ് ഇതിനെ കരുതുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. എല്ലാ സ്റ്റോറുകൾക്ക് മുന്നിലും പുതിയ നിയമങ്ങൾ പ്രദർശിപ്പിക്കും. നിയമം ലംഘിക്കുന്നവരോട് കഫേയിൽ നിന്ന് പുറത്തിറങ്ങാൻ ജീവനക്കാർ ആവശ്യപ്പെടുകയും ചെയ്യും. ആവശ്യമെങ്കിൽ ജീവനക്കാർക്ക് പോലീസിനെ വിളിക്കാം. 2018-ലാണ് പൊതുജനങ്ങൾക്ക് കോഫി ഷോപ്പുകളിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചത്. ആർക്കു വേണമെങ്കിലും ശുചിമുറി ഉപയോഗിക്കാനും സാധിക്കുമായിരുന്നു. ഫിലാഡൽഫിയയിലെ കഫേയിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തത് വിവാദമായതിനു പിന്നാലെയായിരുന്നു ഈ തീരുമാനം. മറ്റൊരു ആകർഷകമായ പദ്ധതിയും സ്റ്റാർബക്സ് അവതരിപ്പിക്കുന്നുണ്ട്. സ്റ്റാർബക്സ് കോഫി വാങ്ങിയവർക്ക് ഒരു തവണ അത് സൗജന്യമായി റീഫിൽ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഈ പദ്ധതി.